ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനി വ്ളോഗ് ആട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ കൂട്ടുകാരൻ വന്നപ്പോൾ നമുക്ക് മിഠായി കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ മിഠായി ആട്ടോ. അവർ ഗോവയിൽ പോയപ്പോൾ അങ്ങനെ എന്താ പറയുക വീട്ടിലേക്ക് വന്നപ്പോൾ കൊടുന്ന് തന്ന മിഠായിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മിഠായിക്ക് രണ്ടും നല്ല വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ആലുവ പോലെ ഇട്ട് ആ കവറിലുള്ള മിഠായി. അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ ഞാനും അമ്മയും കൂടിയിട്ട് നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ, അങ്ങനെ ഇവിടെ അമ്മ പച്ചക്കറി അതെന്നൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഇത് വാ അത് വാ ഇതെടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഞാൻ ഈ ഫോണും പിടിച്ച് നടക്കണ കാരണം അമ്മ അത് എടുത്ത് വെച്ചാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഫോൺ എടുത്ത് വെച്ചിട്ട് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഞാനവിടെ. അങ്ങനെ പിന്നെയും ഫോട്ടോ പറയും എടുത്തേക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയ്ക്ക് വീഡിയോ എടുക്കണ്ടേന്നൊക്കെ. അങ്ങനെ നമ്മളിതാ അങ്ങനെ അത് പാക്ക് ചെയ്തതിന് ശേഷം ഞാനും അമ്മയും കൂടി അടുത്ത സാധനം വാങ്ങാനുള്ള തപ്പില്ല കേട്ടോ. അപ്പം അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ എന്താണെന്നറിയില്ല, എന്നിങ്ങനെ ഇന്നെ കാണാൻ ഇങ്ങനെ ഉണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ ബേക്കറി എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അത് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം നമ്മളിവിടെ അടുത്തത് മീനും പിന്നെ അതേപോലെ എന്താ പറയുക മീറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ എനിക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞണ്ടുവാണെന്ന്. അപ്പോൾ എന്തായാലും ഞാനത് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവരത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാത്ത് നിൽക്കുകയാണ് അവിടെ. ഏട്ടൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കേട്ടോ. അപ്പോൾ ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, പിന്നെ കക്ക ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എനിക്കിഷ്ടം ഞണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഞണ്ട് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ട് പിന്നെ നമ്മളിത് അവിടെ ബീഫ് വാങ്ങാൻ വേണ്ടി പോയിട്ട് അപ്പോൾ അങ്ങനെ ബീഫൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അങ്ങനെ കുറേ മീനും ഇതൊക്കെ കണ്ടു കിട്ടും. ഞാൻ എന്താണെന്ന് അറിയില്ല, ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഈ അമ്മ എവിടെ പോയില്ല കേട്ടോ, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ട് വേണ്ടേ എന്താ പറയുക നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പത്തിന് എൻ്റെ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവരിവിടെ മറ്റെന്താ പറയുക നമ്മൾ ബീഫൊക്കെ വാങ്ങൽ കഴിഞ്ഞപ്പോൾ അവരിവിടെ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോരാൻ നേരത്ത് ഞാൻ ഇവിടെ വരുന്ന നേരത്ത് ഞാൻ മൈലാഞ്ചി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും മൈലാഞ്ചി വാങ്ങണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ മൈലാഞ്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ ബില്ലടിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയിട്ട് പിന്നെ മൈലാഞ്ചി ആയിട്ടുള്ള കളി കേട്ടോ. എന്താണെന്നറിയില്ല, കയ്യിൽ കിട്ടിയപ്പോൾ തുടങ്ങിയതാണ് വീട്ടിലെത്തിയാൽ മതി ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് എന്താ പറയുക എൻ്റെ കഴിവൊക്കെ ഞാൻ പുറത്തെടുക്കുകയാണ് കേട്ടോ. പക്ഷേ ഞാൻ നല്ലൊരു അടിപൊളി ഡിസൈനായിട്ടാണ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് കൊളായിട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ എന്താ പറയുക ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ഷോർട്ടാക്കിയിട്ടാണ് ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബീഫ് ബിരിയാണി. അപ്പോൾ ഞാനും അമ്മയും കൂടി നല്ല അടിപൊളി ബിരിയാണി വെച്ചു. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിവിടെ കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കൊരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ അടച്ച് വെക്കണം കേട്ടോ. ഈ മുളക് ഇങ്ങനെ കുത്തി വെക്കണതിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുളക് ഇങ്ങനെ കുത്തി വെക്കുമ്പോൾ അത് ആവിയിൽ കിടന്നൊന്നും വേവില്ല നമ്മൾ അടച്ച് വെക്കുന്ന ടൈമിൽ. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി ഉണ്ട് തുറക്കുമ്പോൾ ഉണ്ടാവും ആ നെയ്യിൻ്റെയും പിന്നെ എന്താ പറയുക പച്ചമുളകിൻ്റെ ഒക്കെ പാടൊരു മണം. അതെൻ്റെ കേൾക്കുമ്പോണ്ടല്ലോ നല്ല വൈബാണ് കേട്ടോ. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നല്ലപോലെ അടച്ചു വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ പപ്പടും പിന്നെ കച്ചമ്പറൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. പിന്നെയും മൈലാഞ്ചി എന്നെ കണ്ടുപെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നലത്തെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈൻ്റെ ഈ ഭാഗത്തും കൂടി ഇട്ടു കേട്ടോ. അതെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ളൊരു മോഡൽ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഞാനെടുത്ത് കൈമിട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ് പോയ കഴിവൊക്കെ ഞാൻ പുറത്തൊക്കെ കണ്ട് എടുത്തു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.